ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ധ്യ അവരുടെ അടുത്ത് നിന്ന് നേരെ അടുക്കളയിലേക്കാണ് ചെല്ലുന്നത്. അതേസമയം അവിടെ സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുകയായിരുന്നു അനഘയും ആതിരയും സ്നേഹയും ചേർന്ന്. അല്ല, എന്താ ഇവിടെ പരിപാടിയെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ ചെറിയൊരു സദ്യക്കുള്ള ഒരുക്കങ്ങളാണെന്ന് ആതിര പറയുന്നു. തുടർന്ന് ഞാനും ഒരു കറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചിത്തീയൽ ഉണ്ടാക്കുകയാണ് സന്ധ്യ. എല്ലാവർക്കും സന്ധ്യയുടെ കറി വളരെയധികം ഇഷ്ടപ്പെടുന്നു. എന്താണെങ്കിലും ഫാമിലി കൊട്ടി വെച്ചുള്ള നന്ദേട്ടൻ്റെ പെർഫോമൻസ് അപാരം തന്നെയായിരുന്നെന്ന് അനഘ പറയുമ്പോൾ, അതല്ല, തട്ടുകട വെച്ചുള്ളതായിരുന്നു അതിനേക്കാൾ നല്ലത്. അവന്തിക അങ്ങ് തേച്ചൊട്ടിച്ച് കളഞ്ഞില്ലേ, അവിടെ ചുറ്റും കൂടി നിന്നവരെല്ലാം അവന്തികയെ കളിയാക്കുകയായിരുന്നെന്നും സന്ധ്യ പറയുന്നു. നന്ദൻ അങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലെന്ന് സന്ധ്യ പറയുമ്പോൾ, എന്താണെങ്കിലും ഇപ്പോഴാ നന്ദേട്ടനൊന്ന് സമാധാനമായി ജീവിച്ചു തുടങ്ങുന്നതെന്ന് അനഘയും സ്നേഹയും പറയുകയാണ്. നന്ദേട്ടന് ചേരുന്നത് സന്ധ്യച്ച് തന്നെയാ. എന്താണെങ്കിലും എൻ്റെ ചേച്ചിയെന്ന് പറയുന്നവർ ഈ വിവാഹം മുടക്കാനായി ശ്രമിക്കും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാ. ഇപ്പോൾ അവരെന്താണെങ്കിലും നന്ദേട്ടൻ്റെ മുന്നിലും സന്ധ്യച്ചയുടെ മുന്നിലും തോറ്റു നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും അവരിൽ നിന്നും ഒരാപത്ത് പ്രതീക്ഷിക്കണം. അനഘ പറഞ്ഞത് 100% ശരിയാണ്. അവളൊരു വല്ലാത്ത സാധനം തന്നെയാ. ഞാൻ അവരുടെ അനിയത്തിയായി ജനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ലെന്ന് അനഘ പറയുമ്പോൾ, അതൊക്കെ പണ്ടെന്നും ഇപ്പോൾ നീ ഞങ്ങളുടെയൊക്കെ അനിയത്തിയല്ലേ എന്നും സന്ധ്യ പറയുന്നു. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, അതെ, ഇപ്പോൾ അച്ഛൻ്റെ ചക്കരമോളും ഏട്ടന്മാരുടെ പുന്നാര പെങ്ങളുമാണല്ലോ. അതെ, ഇപ്പോൾ ഈ വീട്ടിലെ ഞാൻ നല്ല സന്തോഷം തന്നെയാണ് അനുഭവിക്കുന്നത്. ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ രണ്ടിൻ്റെയും വിവാഹമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നല്ലൊരു മണിയറ തന്നെ ഒരുക്കും, അല്ലേ അനഘയെന്ന് ആതിര ചോദിക്കുമ്പോൾ, കാര്യം പറഞ്ഞതൊക്കെ മതി പിള്ളേരെ, കഴിക്കാനുണ്ടാക്കാൻ നോക്കാൻ സന്ധ്യ അവരെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അവന്തിക അർച്ചനയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് സുഖമല്ലേ? വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, നിന്റെ കളിയാക്കലൊക്കെ എനിക്ക് മനസ്സിലായെന്നും നാളെയാണോടി അവളുടെയും മറ്റവൻ്റെയും കല്യാണമെന്ന് അവന്തിക അർച്ചനയോട് ചോദിക്കുന്നു. ഓഹോ, അതറിഞ്ഞിട്ടാണോ നിങ്ങൾ വിളിക്കുന്നത്? ഞാൻ കരുതി കോടതിയിൽ വെച്ചുണ്ടായതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കുമെന്ന്. എന്താണെങ്കിലും ആ കല്യാണം നടക്കില്ലെന്ന് അവന്തിക പറയുമ്പോൾ, അതിന് നിങ്ങളുടെ സമ്മതമൊന്നും വേണ്ടെന്ന് അർച്ചനയും പറയുന്നു. നിന്നെ കൊണ്ട് പറ്റുമെങ്കിലേ എല്ലാവർക്കും നല്ല ബുദ്ധി ഉപദേശിക്കാനായിട്ട് ഞാൻ നിനക്ക് കുറച്ച് സമയം തരാം. ഞാൻ നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകളായിരുന്നപ്പോഴും നീ പറയുന്നതായിരുന്നു നെല്ലിശ്ശേരിക്കാരുടെ അവസാന വാക്ക്. അതുകൊണ്ട് എന്താണെങ്കിലും നീ പറഞ്ഞാൽ അവിടെയുള്ളവരെല്ലാം കേൾക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പറയുക, നീ ആ സന്ധ്യയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഈ വിവാഹത്തിൽ നിന്നും പിന്മാറ്റണം. നീയൊക്കെ കഴിക്കാൻ പോകുന്നത് അവരുടെ വിവാഹത്തിന്റെ സദ്യ ആയിരിക്കില്ല, അവളുടെ 16 അടിയന്തരത്തിന്റെ സദ്യ ആയിരിക്കും. കൊള്ളാം, ഭാര്യമാരായാൽ ഇങ്ങനെ തന്നെ വേണം. എന്ത് നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് അർച്ചന പറയുമ്പോൾ, എനിക്ക് ഞാൻ തന്നെയാണ് ദൈവമെന്നും നാളെ വിവാഹം നടക്കുമോ ഇല്ലെന്ന് നീ കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രനടയിൽ വിവാഹത്തിനായി വന്നു നിൽക്കുന്ന സന്ധ്യയും നന്ദൻ, അർച്ചനയും സച്ചിയും സന്ദീപിനെയുമാണ്. അങ്ങനെ തിരുമേനി താലി കൊണ്ട് കൊടുക്കുമ്പോൾ നന്ദൻ പ്രാർത്ഥിച്ചുകൊണ്ട് അത് സന്ധ്യയുടെ കഴുത്തിലേക്ക് കെട്ടുന്നതാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ കുറച്ച് ഗുണ്ടകൾക്കൊപ്പം അവന്തിക ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ താലികെട്ടിന് ശേഷം പരസ്പരം ഹാരങ്ങൾ നീക്കുകയാണ് നന്ദനും സന്ധ്യയും. അങ്ങനെ അതിനുശേഷം തിരുമേനി അവരോട് പ്രദക്ഷിണം വെക്കാനായി പറയുന്നു. അതേസമയം ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് മൂർത്തി. അതിനുശേഷം മൂർത്തി അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് വിവാഹം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു. തോക്കുമെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അവന്തികയാണ് കാണിക്കുന്നത്. അങ്ങനെ അവന്തിക അവരുടെ പ്രദക്ഷിണ വഴിയിൽ ഒരു തടസ്സം തീർത്തുകൊണ്ട് വന്ന് നിൽക്കുമ്പോൾ, സന്ധ്യയും നന്ദനും ഞെട്ടലോടെയും പേടിയോടെയും അവന്തിക ഒന്ന് നോക്കിയതിനു ശേഷം നന്ദൻ സന്ധ്യയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇത് കാണുന്ന അവന്തിക സന്ധ്യയെ ഉന്നം വെച്ച് തോക്ക് പിടിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർക്കൊന്ന് മറത്ത് ചിന്തിക്കാൻ സമയം നൽകുന്നതിന് മുമ്പ് സന്ധ്യയുടെ നെറ്റിയിൽ തന്നെ ഷൂട്ട് ചെയ്യുകയാണ് അവന്തിക. തന്നെ വെടിയേറ്റ് സന്ധ്യ താഴേക്ക് വീഴുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അർച്ചനയും മറ്റുള്ളവരും. വണ്ടിയെടുക്ക്, വാ നമുക്ക് പോകാം. ഇനി എന്നെ തോൽപ്പിച്ച് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്നല്ലേ രണ്ടുപേരും കരുതിയത്? അവൾ അങ്ങ് മേലോട്ട് പോയല്ലോ. അങ്ങനെ മരിച്ചു കിടക്കുന്ന സന്ധ്യയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.